അപ്പോൾ നമ്മൾ കണ്ട് നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും കൂടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മൈക്ക് അശോകേട്ടന് കൈമാറുന്നു. ചേട്ടാ പ്ലീസ് 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു തമാശ പടമാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് സീരിയസ് കാര്യങ്ങൾ പറയുന്നുണ്ട് തമാശയിലൂടെ തന്നെ. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അഷ്റഫ് തിലാക്കൽ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് 2 വാക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും ഒരുപാട് പലരും പല സ്വഭാവക്കാരാണ്. ഇതുപോലെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കാരണം ഭയങ്കര സ്നേഹമാണ്. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം മഴയാണ് ഏറ്റവും വലിയ പ്രശ്നം. വേറെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ എപ്പോഴേക്കും തുടങ്ങാമെന്നുള്ള തീരുമാനത്തിൽ എത്തിയേനെ. പക്ഷെ അതെല്ലാം സഹിച്ച് ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്ന് ഈ പടം ഇപ്പോൾ റിലീസിങ്ങിനാണ്. അതുവരെയും സഹകരിച്ചൊരു വലിയ വ്യക്തിയാണ് അഷ്റഫ് തിലാക്കൽ. ഒന്ന് കണ്ടോട്ടെ, ഒന്ന് എഴുന്നേറ്റ് നിന്ന കുഴപ്പമില്ല. പിന്നെ നാദിർ ഷാ നമ്മൾ പറയാതെ നമ്മുടെ നാട്ടുകാരനാണ്. നല്ല ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് കോമഡിയാണ് നാദിർ ഷാ ചിത്രങ്ങളെല്ലാം. ഇതും അതുപോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പുതുമയുള്ള ഒരുപാട് തമാശകൾ കോർത്തിണക്കി, ഒരുപാട് സിറ്റുവേഷൻസ് കോർത്തിണക്കി വളരെ ഗംഭീരമായിട്ട് ചെയ്തേക്കണം ഒരു സിനിമയാണ്. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ എല്ലാ ഗാനങ്ങളും നാദിർ ഷാ തന്നെയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നാദിർ ഷായുടെ മകളും പാടിയിട്ടുണ്ട്. ഗംഭീരമായിട്ടാണ്. ആദ്യം എന്നെ കേൾപ്പിച്ചു ആ പാട്ട്. ഞാൻ അപ്പം പറഞ്ഞു നാദിർ ഷാ സൂപ്പർ പാട്ടാണ്, നല്ല ഗംഭീരമായിട്ട് നല്ല ഫീലിലാണ് നാദിർ ഷായുടെ മകൾ പാടിയേക്കണത്. പിന്നെ അങ്ങനെ പലരും പാടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ പാട്ടും നന്നായിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് സിനിമയുടെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ എല്ലാ സീൻസും. നമ്മുടെ ക്യാമറാമാൻ സുജിത് വാസുദേവൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെ പറ്റില്ലേ, നമ്പർ 1 ക്യാമറാമാൻമാരിൽ ഒരാളാണ്. അതുപോലെ ഓരോരുത്തരും ഇപ്പോൾ വിഷ്ണു ആണ് ഇതിൽ നായകൻ. വിഷ്ണു നമുക്ക് പരിചയപ്പെടുത്തുന്നത്, വിഷ്ണു ഇരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഇതിൻ്റെ അകത്തുണ്ട്. വളരെ രസകരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ആരെങ്കിലും ഞാൻ വിട്ടുവിട്ട് ക്ഷമിക്കുക. അതിന് ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ വന്ന് അതിനെക്കുറിച്ച് ഇത്ര ഹീറോയിൻ ഇതൊക്കെ വളരെ എല്ലാ ലേഡി ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനും ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യത്തോട് ആദ്യം അവരിങ്ങനെ കേശു എന്നൊരു സിനിമയിലാണ്. അതിലും ഒരു രസമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇത് വളരെ ഹ്യൂമറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീടും സംസാരിക്കാം. എന്തായാലും ഈ ലോഗോ ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് അശോകേട്ടാ. നല്ലൊരു ഫിലിം പ്രൊഡ്യൂസറാണ്. മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ഇനിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വലിയ പ്രതീക്ഷയോടുകൂടി അഷ്റഫിക്ക, ഹാർട്ടി വെൽക്കം. നല്ലൊരു കാര്യം, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ഇത്രയും മനോഹരമായ ചിത്രം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയാണ്. വീണ്ടും ഒരു നാദിർ ഷാ സിനിമാറ്റിക് ഡേ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയാണ്. അതിനൊരു വലിയ കാരണം അഷ്റഫിക്കയാണ്. അഷ്റഫിക്ക 2 വാക്ക്, നമ്മുടെ പ്രേക്ഷകരുണ്ട്, താരങ്ങളുണ്ട്, അണിയറ പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്. 2 വാക്ക് പറയൂ. ചോദിക്കട്ടെ? അല്ല, അത് രണ്ടാമത് ചോദിക്കാം. പറയൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഷ്റഫ് തിലാക്കൽ. അധികം ആളും അറിയപ്പെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഒരുപാട് 5-8 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് 8ാമത്തെ പടമാണ്. ഇതുപോലത്തെ ഒരു വലിയൊരു ടീമിൽ വന്ന് എത്തിപ്പെടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് നാദിർ ഷായാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഒക്കെ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ ഒപ്പം നിന്ന് ഇപ്പോൾ ഇതുവരെ എത്തി. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലത്തെ ഒരു മുഹൂർത്തത്തിൽ എനിക്ക് ഇതുപോലത്തെ ഒരു വേദിയിൽ കയറി നിൽക്കാൻ പറ്റിയത് സന്തോഷമുണ്ട്. അഷ്റഫിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്രാമത്തെ ചിത്രമാണ്? 8ാമത്തെ ചിത്രം. അഭിനയിക്കുന്ന 72. നല്ലൊരു കയ്യടി കൊടുക്കാം കേട്ടോ, ഒരു അടിപൊളി കയ്യടി കൊടുക്കണം. 72 ചിത്രങ്ങളില് മുഖം കാണിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. 35 വർഷമായിട്ട് ഇതിന്റെ പുറകിലുണ്ട്. ഓ മൈ ഗോഡ്, താങ്ക് യു സോ മച്ച്. ചെറുതും വലുതായിട്ട് എല്ലാ മേഖലയിലും സിനിമയുടെ ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ക്യാമറ അസിസ്റ്റന്റ്. സിനിമയോട് ഇഷ്ടം കൊണ്ട് ഒരുപാട് വർഷമായിട്ട് ഇതിന്റെ പുറകിലുണ്ട്. അടിപൊളിയാ. ട്രൂ സിനിമ ലവർ
താങ്ക് യു സോ മച്ച്. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പല മേഖലകളിലായിട്ട്, അഭിനയ രംഗത്തും പ്രൊഡക്ഷൻ രംഗത്തും ഒക്കെ ആയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് മലയാള സിനിമയ്ക്ക് ഇനിയും നൽകാൻ നൽകട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈയ്യടി നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ നൽകാം, ശ്രീ അഷ്റഫ് പിലാക്കൽ. യെസ് പ്ലീസ്, കം ഓൺ എവരിവൺ, കം ഓൺ. ദിസ് ആകാശ്. യെസ് എവരിവൺ, ആകാശ് ഈസ് ഹിയർ. ആകാശ് വരൂ, നല്ലൊരു കൈയ്യടി കൊടുക്കാം. ആകാശിന്റെ വെരി ഫസ്റ്റ് അറ്റംപ്റ്റ് ആണിത്. ഇതിനോടകം ആകാശ് നമ്മൾ അഭിനയിച്ച് ആകാശിനെ വെള്ളിത്തിരയിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇപ്രാവശ്യം തൂലിക എടുത്തിരിക്കുകയാണ് അല്ലേ? അടിപൊളി, സൂപ്പർ സൂപ്പർ. നല്ലൊരു കൈയ്യടി. കമോൺ, നിങ്ങളുടെ എനർജി ലോ ആരുത്. കമോൺ എവരിവൺ, നല്ലൊരു കൈയ്യടി. ഇനി ഞാൻ ഓരോരുത്തർക്കും മൈക്ക് ഇങ്ങനെ കൈമാറാൻ പോവാണ്. ഹീറോയിൻ ഉണ്ട്, റൈറ്റർ ഉണ്ട്. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. വിഷ്ണു ചേട്ടാ, ലേഡീസ് ഫസ്റ്റ്. അതാണ് ലേഡീസ് ഫസ്റ്റ്. യു വി ഹാവ് അക്ഷയ ഉദയകുമാർ. കുമാർ, നന്ദിയുണ്ട്. എന്താ കുട്ടി, സന്തോഷം കൊണ്ട്? ഓക്കെ. ഇത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുന്നു വിചാരിച്ചില്ല. ഇവരെല്ലാവരും സംസാരിച്ചിട്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടുമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഇവിടെ പറയാമോ? എങ്ങനെയാണ്? ഒരു പ്രശ്നമല്ല, താങ്ക്സ് വാരിക്കോരി പറഞ്ഞാലും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പ്രൊഡ്യൂസർ അഷ്റഫിക്കിനെയാണ് താങ്ക്സ് പറയേണ്ടത്. പുള്ളിക്കാരൻ ഭയങ്കര സ്വീറ്റാണ്. ആൻഡ് നമ്മുടെ പടത്തിനെ ഇങ്ങനെ ആക്കാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസർ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര കാമാണ്, ഭയങ്കര സ്വീറ്റാണ്. താങ്ക് യു അഷ്റഫിക്ക. ആൻഡ് ആദ്യമായിട്ട് ഞാൻ കുറച്ച് സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി അക്ഷയ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വളരെ ലവ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാവർക്കും അക്ഷയനെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. റീൽസ്, ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണാനും ഡാൻസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളൊരു ഒരു സോഷ്യൽ മീഡിയ സെലബ് തന്നെയായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മുടെ ഈ പാട്ട് റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഇഷ്ടം എനിക്ക് തോന്നുന്നു കൂടി അല്ലേ? വളരെ എൻജോയ് ചെയ്തല്ലേ ആ പാട്ട് ചെയ്തത്? ആ എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ? നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ സോങ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്രയും കഷ്ടപ്പെട്ടത്. കാരണം 2 വട്ടം സ്കെഡ്യൂൾ മാറ്റിയിട്ടാണ് ആ സോങ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സോങ് ആണത്. ബിക്കോസ് എനിക്ക് ഓൾറെഡി സ്റ്റേജിൽ മ്യൂസിക്കും സൗണ്ടൊക്കെ കേട്ടാൽ തന്നെ എനിക്ക് എനർജി ഭയങ്കരമായിട്ട് കയറും. അപ്പോൾ അങ്ങനെ അത്രയും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ഒരു പടത്തിൽ തന്നെ ഇത്രയും സ്റ്റേജ് പെർഫോമൻസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ബൃന്ദാ മാസ്റ്ററിൻ്റെ കൊറിയോയിൽ, നാദർഷിക്കയുടെ മ്യൂസിക്കിൽ, ചിത്ര മാം ആൻഡ് റിമി ചേച്ചി ചെയ്ത സോങ്ങിൽ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആൻഡ് ചെണ്ടമേളമൊക്കെ ആയിട്ട് വന്നപ്പോൾ എനർജി അങ്ങോട്ട് കയറി. അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സോങ്ങാണ്. അപ്പം എന്തായാലും അക്ഷയ നമുക്ക് വേണ്ടി കുറച്ച് കഴിഞ്ഞ് നല്ലൊരു പെർഫോമൻസ് കൂടി എല്ലാവർക്കും ആഗ്രഹം കൂടി ഉണ്ട്. യെസ് ദാറ്റ്സ് ഇറ്റ്, നോ പ്രോബ്ലം. വിഷ്ണു ചേട്ടാ നമസ്കാരം. ഒരുപാട് കൈയടിച്ചോ, അതൊന്നും പറ്റില്ല. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇപ്പോഴും എവിടെ ചെന്നാലും എന്നെ പറയുമ്പോൾ കട്ടപ്പനയിലെ ഋതിക് എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഓരോ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴും എല്ലാവരും പറയാറുണ്ട് ആ കട്ടപ്പനയൊക്കെ പോലത്തെ ഒരു പടമാണ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പോൾ ദൈവം സഹായിച്ച് അതേ ടീമിൽ നാദിഷ്കയുടെ കൂടെ വീണ്ടും ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചൊരു സിനിമയാണ് മാജിക് മഷ്റൂംസ്. അതേ വൈബുള്ളൊരു സിനിമയാണ്, അതുപോലെ തന്നെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഇതിൽ നമ്മൾ നേരത്തെ വന്നപ്പോൾ തുടങ്ങി കാണുന്ന സിനിമയോട് ഏറ്റവും പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയുടെ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട നമ്മുടെ പ്രൊഡ്യൂസറാണ് അഷ്റഫക്ക ആർട്ടിൽ ബോയ് ആയിട്ട് തുടങ്ങിയ ആളാണ്. അഷ്റഫക്ക അന്ന് ആദ്യമായിട്ട് ബാവക്കയുടെ കൂടെ അസിസ്റ്റ് ചെയ്തതാണ്. ആ ബാവക്കയായിരുന്നു ഇതിൽ ആർട്ട് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും വർഷമായിട്ട് ഈ സിനിമയോടുള്ള പാഷൻ കൊണ്ട് നടക്കുന്ന ഒരു പ്രൊഡ്യൂസർ, സിനിമ ജീവിതമാക്കി നടക്കുന്ന ഒരു ഡയറക്ടർ, സിനിമ ജീവിതമായിട്ട് നടക്കുന്ന ആക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് ഇതിലുള്ള ഓരോ ആക്ടേഴ്സും. പിന്നെ റൈറ്റർ ആകാശ് എത്രയോ കാലമായിട്ട് സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. സിനിമയുടെ പുറകെ അഭിനയിക്കാനായിട്ടും എഴുതിയും എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ട് ശരിക്കും ആക്ച്വലി 2-3 കൊല്ലമായി അല്ലേ. അപ്പോൾ അതിങ്ങനെ ഓണാവാതെ ഇങ്ങനെ നീണ്ടു പോരുന്നു. പക്ഷെ കേട്ടന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥയാണ്. ഇതിങ്ങനെ ഒരു പ്രൊജക്റ്റ് ആക്കാൻ പറ്റാതിരിക്കുമ്പോൾ പല വഴി ഞങ്ങൾ ശ്രമിച്ചെങ്കിലും ലാസ്റ്റ് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ഏറ്റവും ലക്കി ചാമായ നാദർഷിക്കാരുടെ അടുത്ത് എത്തിയപ്പോഴാണ് അത് ഓണായത്. അപ്പോൾ കൈയടിക്കും.
അപ്പോൾ ഈ സിനിമ എല്ലാം കൊണ്ടും നന്നായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഒരുപാട് പേർക്ക് ജീവിതം ആണ് ഈ സിനിമ. ഇത് നന്നാവണം. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു. തീർച്ചയായിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആകാശ്. നമസ്കാരം. ടെൻഷനാണ്. കൊച്ചിയിൽ വന്നിട്ട് സിനിമാ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് കൊച്ചിയിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. ഞാനും കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി ഇടുക്കിയിൽ നിന്നൊരു ബസ്സിൽ കയറി കുറേ സിനിമ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്ന. അപ്പോൾ ഇവിടെ ഏകദേശം ഓൾമോസ്റ്റ് ഒരുപാട് സിനിമകളുടെ ഓഡിയോ ലോഞ്ച് ഇപ്പം ബാക്കിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. അന്നും ഫ്രണ്ടിലോട്ടൊന്ന് കയറാനോ ഇല്ലെങ്കിൽ ആരെയിലൊക്കെ ഒന്ന് നേരിട്ട് കാണാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ബോഡി ഗാർഡ് കയറ്റി വിടാറില്ല. ഇന്നും എന്നെ കയറ്റി വിട്ടില്ല. ഇന്നും പറ്റില്ല. എങ്ങോട്ടാ പോണേന്ന് ഇവിടെ ഒന്ന് അത് അവരുടെ ഉറ്റ പറഞ്ഞിട്ട് കാര്യമില്ല. സെയിം യൂണിഫോം ഇട്ടുണ്ടോന്നുണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ഇതുപോലെ നിങ്ങളിൽ ഒരാളായിട്ട് അവിടെ നിന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും ഇവിടെ ഒരിക്കലും ലുലുലോ അവിടെയോ ഒക്കെ നമ്മുടെ സിനിമയായിട്ട് ഒരു ദിവസം കയറും, എറണാകുളത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ സിനിമയുടെ ഫ്ലെക്സ് കാണും എന്ന് എന്നെ പോലെ തന്നെ അത്രയും വിശ്വസിച്ച് കൂടെ നിന്ന കുറച്ച് കൂട്ടുകാരും എനിക്കൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും അവർ തന്നാണ് എനിക്ക് വേദി. നന്ദി, അവരോടെല്ലാവരോടും നന്ദി. ഞാൻ ഒരുത്ത മാത്രം ഇവിടെ കയറി നിൽക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും ഇതിൻ്റെ ബാക്കി മേഖലകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ബാരിക്കേഡിൻ്റെ ഗ്യാപ്പൊന്നും നമ്മൾ തമ്മിലില്ല. നമ്മൾ തമ്മിൽ ഈ വലിപ്പിച്ചപ്പോൾ ഈ സെലിബ്രിറ്റി പരിപാടി ഒന്നുമില്ല. ഇത് അവിടുന്ന് വണ്ടി കയറി ഇവിടെ വന്ന് ഈ സിനിമ ചെയ്തത് നിങ്ങൾക്ക് കാണാനാണ്, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്നോർത്ത് സിനിമയിൽ സമീപിച്ച ആളല്ല. ഇത് ലൈഫായിട്ട് കണ്ട് അത്രയും പഠനം നടത്തി പഠിച്ച് പ്രൊഫഷണൽ വൈസ് ആണെങ്കിലും സിനിമ പഠിച്ച് തന്നെ സിനിമയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി. താങ്ക് യു ആകാശ്. ആകാശിൻ്റെ ഫോക്കസിൻ്റെ ഒരു സ്ട്രെങ്ത് കൂടിയാണ് ഇവിടം വരെ എത്തിയത്. എല്ലാവർക്കും ഒരു വലിയ പ്രചോദനം തന്നെയായിരിക്കും. താങ്ക് യു സോ മച്ച് വിഷ്ണു ചേട്ടാ, അക്ഷയ ആകാശ്. നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. സോ അണ്ടർ ദെൻ മാജിക് മഷ്റൂംസിൻ്റെ വളരെ വിലപ്പെട്ട വെൽ വിഷേഴ്സ് കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചേട്ടനും ടിനു ചേട്ടനും. ഞാൻ മൈക്ക് കൈമാറുന്നു. ആരാധ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും പറയാൻ കിട്ടും, അതേ പിടിച്ച് തൂങ്ങാലോ. ഇവൻ ഈ ഏരിയ ആയതുകൊണ്ട് ജുബയിട്ട് ഇറങ്ങിയേക്ക ഇലക്ഷന് സാധ്യതയുണ്ട് അല്ലേ? നിങ്ങളോട് ആരാ ജുബയിട്ട് ഇലക്ഷൻ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു? കലാഭവനിലുള്ള മിമിക്രിക്കാരൊക്കെ പണ്ടോട്ടെ ജുബയിടാറ്. അത് ഇട്ടുകൊടുത്ത് ഞാൻ ഈ സിനിമയിലില്ല. ആദ്യത്തെ വിശേഷം. പക്ഷേ ഞാൻ ഇവിടെ വേണ്ടവനാണ്. കാരണം നാദർശയ്ക്ക് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. എന്നെ കൈപിടിച്ച് മിനി സ്ക്രീനിലേക്ക് കൊണ്ടുവരികയും ഒട്ടകത്തിന് ഇടം കൊടുക്കുന്ന പോലെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങൂല. സ്റ്റേജിൽ നിന്നാണെങ്കിലും സിനിമയിൽ നിന്നാണെങ്കിലും മിനി സ്ക്രീനിൽ നിന്നാണെങ്കിലും ഞാൻ ഇറങ്ങിയിട്ടില്ല. ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ സിനിമയാണത്? ഏഴാമത്തെ സിനിമയാണ്. ഇപ്പോഴും ഒരു ഉളുപ്പില്ല. ഒറ്റ പടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാലും എന്നെ വിളിക്കും. ഞാൻ ഷാജിയിലൊരു സീൻ തന്ന് ഞാനും ജാഫർക്കും കൂടി ഉള്ളത്. പക്ഷേ ഇവിടെ ഞാൻ കട്ടാക്കണ്ട, അത് കട്ടാക്കിക്കോളാൻ വേണ്ടട്ടാ. അപ്പോൾ പക്ഷെ ഞാൻ നാദർശിക്ക് വിളിക്കുന്നതിൻ്റെ വിളിപ്പുറത്തായിരിക്കും. കാരണം ഈശോ എന്ന് പറഞ്ഞൊരു പടത്തിന് ആവശ്യം വന്നപ്പോഴും ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ജയസൂര്യക്ക് വേണ്ടിയിട്ട് കൂടി അതേ എത്തി. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നത് മറ്റൊന്നുമല്ല. അഷറഫ് പിലാക്കൽ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം 8 സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഞങ്ങളെപ്പോലുള്ള കലാഭവമണി നായകനാക്കിയിട്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പലരും പിന്നോക്കം പോയപ്പോൾ അദ്ദേഹം പണിയെടുത്ത വേർത്ത കാശുകൊണ്ട് കലാഭവമണിയാണ് അല്ലെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ താങ്കളോട് കടപ്പാടുണ്ട്. ഞങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ്. ഇനി ഞാനിവിടെ വന്നതിൻ്റെ പ്രൊമോഷൻ ഞാൻ ഒന്നുകൂടി നടത്തും. കാരണം ഈ പടം കാരണം നമ്മുടെ ഒരു പടം മാറ്റി വെച്ചിട്ടുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെയും അശോകൻ ചേട്ടൻ്റെയും കൂടെയുള്ള ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ പടം ഈ പടം കാരനോട് മാറ്റി. ഞങ്ങളുടെ മാർക്കറ്റിംഗ് നടത്തണമല്ലോ, അത് നടക്കട്ടെ. പിന്നെ കൈലാഷിനോടൊപ്പമുള്ള പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ പടവും അത് മാറ്റിവെച്ചതല്ല, അതിൻ്റെ കൂടി മാർക്കറ്റിംഗ് നടത്തിയെന്നുള്ളൂ. ജയരാജ് സാറിൻ്റെ പടമാണ്. അതിനെ ഇത്രയും പേര് പല പടങ്ങൾക്കും എൻ്റെ കാണാൻ വരാറില്ല. ഇത്രയും പേര് കണ്ടാൽ നമ്മുടെ പടമൊക്കെ വിജയിക്കും. അപ്പോൾ ഈ സാന്നിധ്യം എല്ലാ പടത്തിനും വേണമെന്ന് അപേക്ഷിക്കുന്നു. ഓവർ ടു
എന്താ പറയേണ്ടത്? പിന്നെ ഏത് രീതിയിൽ അഭിസംബോധന ചെയ്യേണ്ടത്? വിശാരടി. നന്ദി ടിനിച്ചേട്ടാ. ടിനിച്ചേട്ടൻ പറഞ്ഞതിൻ്റെ തുടർച്ച എന്നോണം ഞാൻ അമരപ്പൻ ആൻ്റണിയിൽ നല്ലവനായ ഉണ്ണി കഴിഞ്ഞ് ബാക്കി 6 പടത്തിൽ ഞാനും ഇല്ല. പക്ഷേ ആ പടം തൊട്ട് ഈ പടം വരെയുള്ള എല്ലാ പടത്തിൻ്റെയും എല്ലാ ചടങ്ങുകൾക്കും നാദർശക്ക് വിളിക്കാറുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ജയസൂര്യ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഒരു കാര്യം ഓർത്തു. അദ്ദേഹം എന്തുമാത്രം ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. കുറച്ചധികം നാളുകൾക്ക് മുമ്പ് ദേമാവലി കുമ്പത്ത് എന്ന് പറയുന്ന ഓഡിയോ കാസറ്റിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞ് രാത്രി റിയാൻ സ്റ്റുഡിയോന്ന്, ഞാനന്ന് കടവന്ത്രയിൽ ട്രിവാൻഡ്രം ലോഡ്ജിൽ 4 മ്യൂസിക്കാർ താമസിക്കണ്ടല്ലോ, അതുപോലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. ഒരു വൈൻ റെഡ് കളറ് ചെറിയ ഓൾട്ടോ കാർ ജയസൂര്യ കൊണ്ട്, ജയസൂര്യ സിനിമയിലായിട്ടുണ്ട് അന്ന്, ഇന്നലെ എറണാകുളത്ത് നഗരത്തിൽ ഓടിക്കുന്ന കുഞ്ഞിക്കാർ, അതിൽ എന്നെ അവിടെ കൊണ്ട് ഇറക്കാമെന്നും പറഞ്ഞ് റിയാനിൽ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉൾപ്പെടുന്ന ഒരു കാലത്ത് ഈ മോട്ടിവേഷൻകാർ ഇപ്പോഴത്തെ അത്ര ഇല്ല. മോട്ടിവേഷൻ എന്നുള്ള വാക്ക് തന്നെ അത്ര കേട്ടിട്ടില്ല. ഇന്നാണ് ഈ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന മോട്ടിവേഷൻ വന്നത്. അന്ന് അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ഉപബോധ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്ത എന്തോ ആണ് സിനിമ എന്നൊരു വലിയ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. അത് ആഗ്രഹിക്കാൻ പാടില്ല, നമുക്ക് അർഹിക്കാത്തതാണ്, അത് വേറൊരു സ്ഥലമാണെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ലക്ഷറി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദേമാവേലി കുമ്പത്ത് എന്ന് പറയുന്ന നാദർശക്കയുടെ കാസറ്റിൻ്റെ കവറിൽ പടം വരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് മിമിക്രിയിലേക്ക് വരുന്നതും ശ്രമിക്കുന്നതും എല്ലാം. പക്ഷെ പിന്നീട് സിനിമയിൽ വന്നു, സിനിമയിൽ സൗഹൃദങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഈ കാണുന്ന എല്ലാവരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും വിഷ്ണു, നാദർശക്കയോ, ഞാനോ, ടിനിച്ചേട്ടനോ, ഈവൻ ജയനോ ഒക്കെ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അതൊരു സിനിമയാക്കി എടുക്കുന്ന ഒരു സ്ഥലം വരുമ്പോൾ ചിലപ്പോൾ സിനിമയിൽ ഒരു അനാഥത്വം ഫീൽ ചെയ്യും ഞങ്ങളുടെ ഒരു ബാച്ചിനൊക്കെ. പക്ഷേ എങ്ങനെയോ വീണ്ടും കഠിനാധ്വാനത്തിൻ്റെ ഫലമായി വീണ്ടും 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 ശ്രമിക്കുകയും മുന്നിലേക്ക് വരികയൊക്കെ ചെയ്യും. അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെയൊക്കെ വളരെ തുടക്കം തൊട്ട് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പാടുപെടുന്നതും എഴുതിയും ചെറിയ വേഷം അഭിനയിച്ചും ബാലതാരമായി അഭിനയിച്ചും പിന്നീടും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളതാണ്. എന്തായാലും ഈ വിഷ്ണുവിൻ്റെ സമയം തെളിഞ്ഞു തുടങ്ങിയെന്ന് വേണം അനുമാനിക്കാൻ. ഞാനിന്ന് രാവിലെ എണീറ്റ് വെറുതെ ഫോൺ ഓണാക്കി റീല് തട്ടിയപ്പോൾ തന്നെ ഒരു പെൺകൊച്ചു വന്നിട്ട് വിഷ്ണുവേട്ടാ വാ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഇവരെ വിളിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് ആൾക്കാരും എല്ലാം കൂടെ. വീണ്ടും നാദർശക്കയുടെ 7ാമത്തെ പടം നിർമ്മാതാവിനെ കുറിച്ച് ഇവിടെ പലതവണ പറഞ്ഞു. അദ്ദേഹം സിനിമയുടെ പല മേഖലകളിൽ പണിയെടുത്തിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിൻ്റെ ഒരു ക്രെഡിറ്റിൻ്റെ കാർഡ് നോക്കിയാൽ സുജിത്തേട്ടൻ ഉൾപ്പെടെ എല്ലാ മേഖലയിലും വളരെ വിദഗ്ധരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. ചെറിയ പടമാണ്, നർമ്മമുള്ള പടമാണ്, ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഇതിനൊരു അക്കാഡമിക് ലെവലിൽ സമീപിക്കണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷേ നമുക്ക് വളരെ ചിരിച്ച് രസിച്ച് കണ്ടിരിക്കാവുന്ന ഒരു പടമായിരിക്കും എന്ന ബോധ്യം, ഒരു വിശ്വാസവും എനിക്കുണ്ട്. ഇത് അത്തരത്തിലാകട്ടെ, ഏറ്റവും ഗംഭീരമായി തീരട്ടെ, ഈ സിനിമ വലിയ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാൻ പേടിച്ചിട്ടാണ്. ഇവൻ പുതിയ പടം തുടങ്ങിയത് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കും. എല്ലാ പടത്തിലും അവൻ്റെ എല്ലൊടിക്കാറുണ്ട്. അതുകൊണ്ട് ബോൺ ആർട്ടിസ്റ്റ് വിളിക്കണവനെ എല്ലൊടിയുന്നുണ്ട്. പക്ഷെ ഈ പടത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് അവൻ ഇതിൽ അഭിനയിച്ചത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ട? അദ്ദേഹത്തിൻ്റെ അതായത് ഫിസിക്കലായിട്ടുള്ള അധികം ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഇടിയും വഴക്കും ഒക്കെയാ അറിയില്ല. അവൻ എന്തെങ്കിലും മാനസികമായ പരിക്ക് പറ്റിയിട്ടുണ്ടോ നമുക്കറിയത്തില്ലോ. പുറത്ത് കാണാനല്ലേ ഇല്ലാത്തുള്ളൂ, ഉണ്ടാവുമായിരിക്കും. അല്ല, എപ്പോഴും ഏതെങ്കിലും പടത്തിൽ പോയാലും എന്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ മമ്മൂക്കയുടെ ഒരു പടത്തിന്റെ ലൊക്കേഷനിൽ ഇവൻ വന്ന് വീണിട്ട് കൈ ഒടിഞ്ഞിട്ട് മമ്മൂക്ക ഹോസ്പിറ്റലിൽ ഇവനെ കാണാൻ പോകുമ്പോഴൊക്കെ ഞാൻ പോയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അത് സ്ഥിരമുണ്ട്. ഇവന് കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പൊള്ളിച്ചിട്ടുണ്ട്. ഒരു പടത്തിന് അതുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഒരു പോറൽ പോലെ ആയിട്ടില്ല. ഈ കൊച്ചിനാരോ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ പോലെ നാദർശിക്കയുടെ ഇതിൽ പറഞ്ഞ പോലെയാണ്. ടൈമിങ് ഒട്ടുമില്ലാത്ത ആള്. ഞങ്ങള് വേറെ സാധനം ഒപ്പിച്ചത്. എന്നാടാ ജാഫർക്ക് ബോബി എത്തി, നമുക്ക് ഇറങ്ങാൻ തോന്നുന്നു. ഇറങ്ങാം. ഈ പോസ്റ്റർ ഞാനുമായിട്ട് മാച്ചാണ്. ഒന്നുകൂടെ ഇട്ട് ആ വെള്ള പോസ്റ്റർ പെട്ടെന്ന് ഇടാൻ പറ്റുമോ അതോ ഓടിക്കൊണ്ടിരിക്കുവാണോ? ഞാനിപ്പോഴും നന്നായി, വേണ്ട പോട്ടെ. അപ്പം എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ ഈ ചിത്രത്തിന്റെ കാണുക. വിഷ്ണു, നാദർശക എല്ലാവരും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെയാണ്. എല്ലാവിധ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. വിശാരടി ഇറങ്ങിയ വേദിയിൽ ടിൻചേട്ടൻ്റെ സാന്നിധ്യത്തിൽ പിന്നെന്ത് സംസാരിക്കുന്നുള്ളത് വലിയ പ്രശ്നമാണ്. മിണ്ടൂല. ഒത്തിരി സന്തോഷമാണ്. എനിക്ക് ആകാശ് പറഞ്ഞതാണ് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. ആകാശിൻ്റെ സ്വപ്നങ്ങൾ
കടന്ന് ഇവിടേക്ക് ഇരിക്കാനൊരു സീറ്റ് കിട്ടിയെന്ന് പറയുന്നില്ലേ, അങ്ങനെ ആഗ്രഹങ്ങൾ കൊണ്ട് സീറ്റ് കിട്ടിയവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അങ്ങനെ ഒരാളും കൂടിയാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഒരുപാട് പേർക്ക് അങ്ങനെ സീറ്റ് കിട്ടട്ടെ. ഓരോ സിനിമകളും അങ്ങനെ ആഗ്രഹങ്ങളുമായി സംഭവിക്കട്ടെ. നാദർശക്കയുടെ സിനിമകളിൽ അഭിനയിച്ചവരാണ് ഇവിടെ കൂടുതലിരിക്കുന്നത്. 7 കണക്കാണ് എല്ലാവർക്കും ഉള്ളത്. ജയേട്ടനൊക്കെ നമ്പർ കൂടുതലാണ്. പക്ഷെ 7 സിനിമയുടെയും ഓഡിയോ ലോഞ്ചിൽ പങ്കെടുത്ത ആളാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് വിഷമില്ലാത്ത എന്താ അറിയോ, നമ്മൾ ഈ ചാൻസ് ചോദിക്കുന്നത് ജയേട്ടനാണ് നമ്മുടെ ഗുരു കേട്ടോ. ജയേട്ടനെ തന്നെയാണ് നമ്മൾ ചാൻസ് ചോദിക്കേണ്ട അല്ലേ, മലയാള സിനിമയിലെ ആരുടെ ചോദിക്കും. അപ്പം അതുപോലെയൊക്കെ തന്നെ നമ്മളും ചോദിക്കും. സിനിമയൊക്കെ വരുന്ന സമയത്ത് സംവിധായകരെയും എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ നമ്മൾ വിളിക്കും. നമുക്കിങ്ങനെ പറ്റുമോ, നമ്മളെ കൂടിയിട്ട് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഈ സ്റ്റീരിയോ ടൈപ്പ് കുറേ ഉത്തരങ്ങളുണ്ട്. ഇതിൽ നിനക്ക് പറ്റിയതില്ല, അല്ലെങ്കിൽ നിന്നെ അങ്ങനെ വെറുതെ നിർത്താൻ പറ്റുമോ, നീ അങ്ങനെ അല്ലല്ലോ എന്നൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ കേൾക്കും. പക്ഷെ ഞാൻ നാദർശക്കയുടെ മാത്രം എന്നോട് ഞാൻ കേട്ടിട്ടുള്ളൊരു വാക്കുണ്ട്, വെറുതെ വന്ന് നിൽക്കണ്ടടാ. അതിൽ ഭയങ്കര ഒരു സ്നേഹമുണ്ട്. നാദർശക്ക മാത്രം പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗാണത്, വെറുതെ വന്ന് നിൽക്കണ്ടടാ. അത് എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പോൾ 7 പ്രാവശ്യം ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പോൾ 8ാമത്തെ പ്രാവശ്യത്തെ കേൾക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ. അപ്പം സാധാരണ സംവിധായകർ പറയാത്തൊരു വാക്കാണ് വെറുതെ വന്ന് നിൽക്കണ്ടെന്ന്. അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാന്ന്. അപ്പം വെറുതെ അല്ലാതെ നിൽക്കാൻ ഈശ്വരൻ നമുക്കെല്ലാവർക്കും അവസരം തരുമ്പോൾ എനിക്കും തരട്ടെ. ഹരിശേഷോടൻ ഇവിടെ ഇരിപ്പുണ്ട്. മലയാള സിനിമയിൽ 40 വർഷമാണ് അല്ലേ. നമ്മൾ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആളല്ല, നമ്മുടെയൊക്കെ ഒരു ചെറുപ്പം ആഘോഷിപ്പിച്ച് തന്ന ആളാണ്. അപ്പം അദ്ദേഹത്തെ പലപ്പോഴും നമ്മൾ കുറച്ചും കൂടി മലയാള സിനിമയോ അല്ലെങ്കിൽ മലയാളമോ ആഘോഷിക്കേണ്ടതുണ്ടെന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. 80 ഉണ്ടോ? അപ്പം ഇങ്ങനെ ഒരു വലിയ സദസ്സിൽ അവിടെ ഒരു സീറ്റ് തന്നതിന് ഈ സിനിമ വലിയ സന്തോഷമുണ്ട്. 2026 സക്സസ്സിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഉണ്ടാവട്ടെ അതിൻ്റെ കണക്കെടുപ്പിൽ. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും. ഈ സിനിമ ആത്മാർത്ഥമായി ഇതിൻ്റെ വിജയത്തിനായി ഞാൻ ആഗ്രഹിക്കുന്നു. സുജിത്തേട്ടൻ്റെ ഗംഭീര ഫ്രെയിംസാണ്. അപ്പോൾ ഇത് ഈ പാട്ട് കേട്ടതുപോലെ ഒരു തലോടൽ പോലെ ആവട്ടെ എല്ലാം. താങ്ക് യു. Thank you so much, Kailash Chetta, for your great words of well wishes and humble words. Thank you so much. Okay, ladies and gentlemen, ഫോറം കോച്ചിൻ സോ അവരിൽ ചിലരെയാണ് നമ്മൾ ഈ സ്റ്റേജിൽ കാണുന്നത്. താങ്ക് യു സോ മച്ച്. യെസ്, ഇനി ഞാൻ മൈക്ക് കൈമാറുന്നത് ഈസ് എ മൾട്ടി ടാലന്റഡ്, മൾട്ടി ഫേസറ്റഡ് ആക്ടർ, ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ നാദർശക്ക. പ്ലീസ്. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സിനിമ, ഇത് ഞങ്ങളുടെ ഈ നേരത്തെ ആകാശ് പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ സ്വപ്നമാണ്, സ്വപ്ന സാക്ഷാത്കാരമാണ്. സിനിമയിൽ കയറണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും എത്തുമെന്ന് വിചാരിച്ചതല്ല. സിനിമ കാണാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖല, നേരത്തെ വിഷാരടി പറഞ്ഞത് കറക്റ്റാണ്. ഞങ്ങളൊക്കെ ആ കാറ്റഗറിയിൽ തന്നെ ചിന്തിച്ച ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ആ സ്വപ്നങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് കാരണക്കാരായ പലരും ഉണ്ട്. ഇപ്പോൾ അതാ എൻ്റെ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയുമായിട്ട് ചെന്നപ്പോൾ വിഷ്ണു വിപിനും സ്ക്രിപ്റ്റായിട്ട് വന്നപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി വന്ന ആൻ്റണി ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. താങ്ക് യു കേട്ടോ. ആൻ്റണി ചേട്ടൻ ഉണ്ട്. പിന്നെ ഈ സിനിമ പല താരങ്ങളോടും പല താരങ്ങളുടെ അടുത്തും കഥ പറഞ്ഞപ്പോൾ പലരും നിരസിച്ചു. അമർ അക്ബർ അന്തോണിയുടെ കഥ പറഞ്ഞപ്പോൾ ചിലർ കേട്ടു, ചിലർ നിരസിച്ചു. അങ്ങനെ ആ സമയത്ത് ഇത് ഞാൻ ചെയ്യാം ഇക്ക എന്ന് ആദ്യം പറഞ്ഞ് ഈ സിനിമ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബാക്കിക്ക നോക്കിക്കോ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ജയസൂര്യ വന്നതിന് ശേഷമാണ് അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന പൃഥ്വിരാജും ഇന്ദ്രജിത്തും ആസിഫ് അലിയും ഒക്കെ വരുന്ന ആ ഒരു ടീമിലെ പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ DOP സുജിത് വാസുദേവ്, അമർ അക്ബർ അന്തോണിയിലും അദ്ദേഹം തന്നെയായിരുന്നു ക്യാമറ. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഈ പടത്തിലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അശോകൻ ചേട്ടൻ
ഞങ്ങളുടെയൊക്കെ സീനിയറാണ്. പണ്ട് അശോകൻ ചേട്ടൻ്റെയൊക്കെ മിമിക്രി സ്റ്റേജിൽ ഫ്രണ്ടിൽ ഇതുപോലെ പോയിരുന്ന് ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയെന്ന് കണ്ടിരിക്കുന്ന ആ അന്നത്തെ ഫാൻ ബോയ് അശോകൻ ചേട്ടനെ വെച്ചിട്ട് ആക്ഷനും കട്ടും പറയുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം കൂടി ദൈവം തന്നു. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഇരിക്കുന്ന ഈ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ നിൽക്കുന്നവരാണ് ഈ സിനിമയുടെ പിന്നിൽ. ഇവർ തന്ന ഒരു ബലമാണ് ഈ സിനിമ. അല്ലാതെ ഒരിക്കലും ഇതൊരു നാദർഷ സിനിമ എന്ന് പറഞ്ഞിട്ട് ഫിലിം ബൈ നാദർഷ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതെൻ്റെ മാത്രമല്ല, ഇതെല്ലാവരുടെയും കൂടി ഒരു സിനിമയാണ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. ഇത് നന്നായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തിച്ച എല്ലാ മനസ്സുകളും ശരീരങ്ങളും ഇതിനോടൊപ്പം ഉണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ വരാൻ പറ്റാത്ത ലൈറ്റ് ബോയ്സ് തൊട്ട് ആർട്ടിൽ പണിയെടുത്ത അല്ലെങ്കിൽ കാട്ടിലും മേറ്റിലൊക്കെ ഓടി നടന്ന ഒരുപാട് പേര് ടെക്നീഷ്യൻസ്, അവർക്കെല്ലാം വേണ്ടി തന്നെയാണ് ഈ സിനിമ സമർപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച്, അതിന് എൻ്റെ പ്രിയപ്പെട്ട, എപ്പോഴും എനിക്ക് ഏത് സമയത്തും വിളിക്കാം, ഏത് വാതിലാക്കം വിളിച്ചാൽ ആൻസർ ചെയ്യുന്ന, എന്തൊക്കെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തിരിച്ച് വിളിക്കുന്ന, ഞാൻ ജയനെ മിനിയാന്നാണ് വിളിക്കുന്നത്. ജയ ഇങ്ങനൊരു പരിപാടി നീ ഇവിടെ ഉണ്ടോ, ഞാൻ പറയിക്കാം എന്ന് പറയാം. വേറെ ഒന്നും ചോദിച്ചില്ല എൻ്റെ അടുത്ത്, എത്ര മണിക്കാണോ ഞാൻ പറയാം. പ്രിയപ്പെട്ട ജയസൂര്യ, എൻ്റെ സഹോദരൻ ഞാൻ നിവേദിക്കാം. ട്രെയിലർ ലോഞ്ച് ജേട്ടാ. ഓക്കെ, ശരി. കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഈ സൈഡിലേക്ക് നമുക്ക് സ്റ്റേജിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ രണ്ട് സൈഡിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊസിഷൻ ചെയ്ത് നിർത്താം. യെസ്, ഓക്കെ. ഒരു മിനിറ്റ്, എല്ലാവരും ട്രെയിലർ ലോഞ്ച് അല്ലേ? ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജേട്ടൻ ജയസൂര്യാണ് മാജിക് മഷ്റൂംസിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. Few more seconds to go. Ladies and gentlemen, get ready for a roller coaster ride of entertainment from Magic Mushrooms. തന്നിരിക്കുന്നത് ആൻഡ് നമുക്കത് വേണ്ടി ലോഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ജയേട്ടനാണ്. താങ്ക് യു സോ മച്ച് ജയേട്ട. പോകരുത്, ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി പ്രദർശിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒന്ന് സ്റ്റേജിലേക്ക്, വേണ്ട ഇല്ല, ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് ജേട്ടൻ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഇപ്പോൾ ചേട്ടാ. ഒരുപാട് സന്തോഷം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പവർ ബാങ്ക് കൊണ്ട് പറഞ്ഞ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ഈ എന്തൊരു കള്ളനാടാ ഇവിടെ കൊണ്ടുവന്നത്. പ്രസ് ചെയ്താൽ മതി എന്ന്, കാരണം അതൊരു ടൈമിങ് അവിടെ ഉണ്ട്. ഞാൻ വിളിച്ചത് ഇത് വെച്ചിട്ട് എങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആദ്യം തന്നെ നാഷിക അതിഗംഭീരമായിട്ടുള്ള ട്രെയിലർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാലോ, ഒരു ട്രെയിലർ നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് ഓടില്ലേ എന്നൊക്കെ നമുക്ക് ഉള്ളിൽ ഉണ്ടാവുമല്ലോ, സ്നേഹം കാര്യങ്ങളൊക്കെ അത് വേറെ. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ തോന്നുന്നൊരു സിനിമയാണ്. സന്തോഷം, താങ്ക് യു. എത്രയോ കൊല്ലമായിട്ട് എനിക്ക് നാദർഷിക്ക എന്ന് പറയുന്നത്, ഞാൻ ഫ്ലാഷ് ബാക്ക് ഒന്നും പറയുന്നില്ല, കാരണം ഒരുപാട് ഇതുപോലെ ചാനലുകളിലും ഇതുപോലത്തെ വേദികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയാണ്. സിനിമ മിമിക്രി എന്നൊക്കെ പറയുന്ന സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് എനിക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള മനുഷ്യനാണ്. ആ വ്യക്തി അമർ അക്ബർ ആന്റണിയായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഇക്കടെ യാത്രയിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഈശോ എന്ന് പറയുന്ന സിനിമയും ഇദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റി. ആഷിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങളുടെ പൾസ് അറിയാവുന്ന, റിതം അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് പടം ചെയ്താലും ഏത് മ്യൂസിക് ചെയ്താലും അത് ജനങ്ങൾ ഏറ്റുപാടുന്ന പാട്ടുകളായിട്ട് മാറാറുണ്ട്. ഇതിലെ പാട്ടുകളും തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്ലേ ലിസ്റ്റിലുണ്ടാവും, മനസ്സിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരുപാട് ഓർമ്മകൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും എനിക്കുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അശോകേട്ടൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഊമപ്പണി രുരിയാട പയ്യൻ എന്ന് പറയുന്ന പടത്തിൽ എൻ്റെ വലങ്കൈയായിട്ടുള്ള കഥാപാത്രം ചെയ്ത ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഒരുപാട് സിനിമകൾ. സുജിത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ മിനി സ്ക്രീനിൽ നിന്നും അവൻ്റെ സുജിത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു വളർച്ചയാണ്. കാരണം ഒരു DOPക്ക് എന്തെല്ലാം അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. ഈ ലൂസിഫർ ആണെങ്കിലും എമ്പുരാനാണെങ്കിലും എല്ലാ ചിത്രങ്ങളിലും അവൻ്റെ ഒരു കയ്യൊപ്പ് എപ്പോഴും ഉണ്ടാവും സുജിത്ത്. ഇനി ഒരുപാട് സിനിമകളും കൂടി സംവിധാനം ചെയ്തിട്ടുള്ള DOP ആയി മാറട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. ഈ ഒരു നിമിഷം തന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം ഇതിൻ്റെ 100ാം ദിവസത്തെ ആഘോഷം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാനുള്ള
വന്നാകട്ടെ. വിഷ്ണു വിഷ്ണു അതല്ല, സോറിടാ. ഒന്ന് ബാബാ. ഒന്ന് സ്റ്റേജ് അശോട്ടൻ. ഞാൻ അമരക് ബ്രാനഡി എന്ന് പറഞ്ഞ പടത്തിന്റെ റൈറ്റർ ആയിരുന്നു വിഷ്ണു. ഇവർ രണ്ടുപേരും കൂടി കഴിഞ്ഞാണെങ്കിൽ എന്നും ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ആണെങ്കിലും ഇതാ ഇപ്പൊ ഇതിലേക്ക് അടുത്ത ഹിറ്റിന് എല്ലാവിധ ആശംസകളും കേട്ടോ. താങ്ക് യു ജയേട്ടാ. അതായത് വി കുഡ് സീ എ വെരി വാം ഫ്രണ്ട്ഷിപ്പ്, വെൽ വിഷ് അല്ലേ, സിനിമയ്ക്ക് അപ്പുറമുള്ള ബന്ധമാണ്. അപ്പോൾ ജയ, ഏറെ സന്തോഷം. സ്വാഗതം. എൻ്റെ വാക്ക്. ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് ഒരു ജീവനുള്ള ഒരു പട്ടിയാണ് പോയത്. അതിൻ്റെ പേര് ലൈക്ക എന്നാണ്. ലൈക്ക തിരിച്ച് മണ്ണിൽ വന്നിറങ്ങിയപ്പോൾ BBC-യുടെയോ അതുപോലുള്ള ഏതോ ഒരു പത്രത്തിൻ്റെ ആളുകളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു, ലൈക്ക ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്നതിനെക്കുറിച്ച്. അപ്പോൾ ബ്രിട്ടൻകാരൊക്കെ പറഞ്ഞു ശാസ്ത്രത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ചയാണ്. അമേരിക്കക്കാരും അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ ലോകത്തെല്ലാവരുടെയും കമൻറ്റ് ചോദിച്ച് ഇന്ത്യയിൽ ചോദിക്കാൻ വന്നത് കേരളത്തിലായിരുന്നു. കേരളത്തിലെ ആൾക്കാരോട് ഈ ലൈക്ക ചന്ദ്രനിൽ പോയിട്ട് വന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും ചന്ദ്രനിൽ പോയി തിരിച്ചു വരാമെന്നാണ് മലയാളി പറഞ്ഞത്. എന്നെ നാദൃഷ വിളിക്കുമ്പോൾ എന്നെ ഒഴിവാക്കൂ നാദൃഷ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് എന്താ പറയുക, അഭിനയം എന്നൊക്കെ പറഞ്ഞ ക്യാമറയുടെ ഫ്രണ്ട് നിൽക്കുക. ഇപ്പോൾ 720 എപ്പിസോഡ് ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോ കഥ പറയാനിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും കാലിങ്ങനെ വിറച്ചോണ്ടേ ഇരിക്കും, ഇതെങ്ങനെയെങ്കിലും പണ്ടാരം തീർന്നാൽ മതി. അത്രയും പേടിയുള്ള ആളാണ്. പലരും പറയാറുണ്ട് സംവിധാനത്തിനേക്കാൾ എളുപ്പം അഭിനയമാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നാലും നാദൃഷയുടെ വഴക്ക് കേൾക്കാതെ, സുജിത്തിൻ്റെ വഴക്ക് കേൾക്കാതെ എന്തായാലും മനീഷയുമായിട്ട് ആ സീൻ നന്നായിട്ട് ചെയ്തു. ഞാൻ ഈ യാദൃശ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പോയൊരു വാക്കാണ്, അല്ലാതെ ഞാൻ പ്രിപ്പയർഡായി പോയി പറഞ്ഞതല്ല. പക്ഷെ അത് എവിടെയൊക്കെയോ കയറിക്കൊണ്ടു. എനിക്ക് നാദൃഷയോളം തന്നെ ബഹുമാനം തോന്നിയത് അതിൻ്റെ പ്രൊഡ്യൂസറെയാണ്. 7 പടം പൊളിഞ്ഞു പോയിട്ട് 8ാമതൊരു പടം നാദൃഷ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ അവിടെ സെറ്റിൽ പോയിട്ട് രാവിലെ ചെന്നിട്ട് എനിക്ക് വൈകുന്നേരം ഉണ്ടായിരുന്നു. രാവിലെ മലമുകളിൽ ഉത്സവമൊക്കെ എടുക്കുകയായിരുന്നു. ഞാനൊരു കാരവാൻ വിരോധിയാണ്. പക്ഷെ എന്നെ കൊണ്ടൊന്ന് കാരവാനിലായിരുന്നു. ഞാൻ അവിടെ എൻ്റെ പരിചിതരായ ആൾക്കാരോടൊക്കെ ചോദിച്ചു. എൻ്റെ സിനിമ സംവിധാനം ചെയ്തപ്പോൾ കലാസംവിധായകൻ ഷിജി പട്ടണമായിരുന്നു. ഷിജി അടക്കമുള്ളവരോട് ഞാൻ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് 10 ദിവസത്തെ ബാറ്റ അദ്ദേഹം മുൻകൂട്ടി കൊടുക്കുകയാണ്. എങ്ങനെ ബാറ്റ കൊടുക്കാതിരിക്കാം, എങ്ങനെ ആളുകളെ അഭിനയിച്ചവരെയൊക്കെ പറ്റിക്കാമെന്ന് വിചാരിക്കുന്ന നാട്ടിൽ 10 ദിവസത്തെ ബാറ്റ മുൻകൂട്ടി കൊടുക്കുന്ന ഒരു നിർമ്മാതാവ് എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ മടങ്ങാൻ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ക്രൂവിലുള്ള മുഴുവൻ പേരുടെയും പ്രാർത്ഥന താങ്കൾക്കുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ എന്നോട് നാദൃഷ പെരുമാറിയ രീതി, നാദൃഷ ഒരു സകലകല വല്ലഭന്. ഞാൻ ഡബ്ബിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ നാദൃഷ എന്നോട് കാണിച്ചത്, ഞാനൊരു 1000 പേരല്ല പോട്ടെ, ഒരു 100 പേരോട് എന്തായാലും പറഞ്ഞു നാദൃഷ എന്നോട് കാണിച്ച ബഹുമാനം. പിന്നെ നാദൃഷയെ എനിക്ക് വലിയ വിശ്വാസവും അല്ലെങ്കിൽ വലിയ സ്നേഹമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സുഹൃത്ത് എങ്ങനെ ആയിരിക്കണമെന്ന് ഈ നാട്ടിൽ മലയാളിയെ പഠിപ്പിച്ച ആളാണ് നാദൃഷ. ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ വഞ്ചിക്കാതെ, ചതിക്കാതെ, സ്വന്തം ലാഭനഷ്ടങ്ങൾ നോക്കാതെ വില്ലൻ്റെ റോളിൽ നിർത്തിയപ്പോൾ പോലും ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കുമെന്ന് ശപഥമെടുത്ത നാദൃഷ. ഇവിടെ കണ്ട ട്രെയിലർ കാണുമ്പോൾ ഞാൻ നാദൃഷയോട് ചോദിക്കായിരുന്നു, ഈ ഡാൻസ് കമ്പോസ് ചെയ്തായിരുന്നു ബൃന്ദയാണ്. നല്ല പരിചയമുള്ള ആളാണ് ബൃന്ദ. സുജിത്തിൻ്റെ ഫ്രെയിമുകളൊക്കെ കണ്ടപ്പോൾ നല്ല കളർഫുള്ളായി എടുത്തു വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ വലിയ വിജയമാണ്. അറിയാതെ പോയി പെട്ട് ഞാൻ അഭിനയിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം റോഡിൽ ഇറങ്ങാൻ നിർത്തിയില്ല. കാരണം തട്ടുദോശ തിന്നുന്ന 10 രൂപയ്ക്ക് കപ്പലിൻ്റെ വാങ്ങിച്ച് തിന്നുന്ന ആളാണ് ഞാൻ. ഈ കപ്പലിൻ്റെ ഉപ്പിട്ട് വറക്കുന്ന കപ്പലിൻ്റെ റോഡിൽ വാങ്ങിച്ച് തിന്നുകൊണ്ട് ഞാനും ഭാര്യയും കൂടെ നടക്കും. ഇപ്പം സത്യം പറഞ്ഞാൽ കപ്പലിൻ്റെയും വാങ്ങിക്കാൻ നിർത്തിയില്ല, ഈ തട്ടുദോശയും തിന്നാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ. ഞാനിപ്പോൾ ഏതാണ്ട് മമ്മൂക്കയുടെ ലെവലിൽ നിൽക്കുക. എനിക്ക് സന്തോഷമുണ്ട്. ഈ പടത്തിൽ അഭിനയിച്ചത് അറിഞ്ഞിട്ട് ബേസിൽ നിർമ്മിക്കുന്ന അതിരടി എന്ന് പറഞ്ഞ പടത്തിൽ ബേസിലും ടൊവിനെയും വിനീത് ശ്രീനിവാസനും അഭിനയിക്കുന്ന പടത്തിൽ ഈ ബേസിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അധ്യാപകനായിട്ട് പടം തുടങ്ങി തീരുന്നത് വരെ അയാളെ ചീത്ത വിളിക്കുന്ന ഒരു അധ്യാപകൻ്റെ വേഷം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും.
അപ്പം ചിലപ്പോൾ നാദൃഷയുടെ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന സുഹൃതമടക്കം പുറപ്പാടടക്കം എഴുന്നള്ളത്ത് അടക്കം സ്വയംവരപ്പന്തലടക്കം ഞാൻ അഭിനയിച്ച അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന എല്ലാ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഫില്ല് ചെയ്യാൻ വേണ്ടി സൈക്കിൾ ചവിട്ടുക, ഇന്നസെൻ്റ് കായലിൽ ചാടിയപ്പോൾ കൂടെ ചാടുക, അങ്ങനെയുള്ള കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ നാദൃഷ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു വല്ലാത്ത തലത്തിലാണ്. ഒരു കൈ നോക്കാൻ ഞാനും മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആവുകയാണ്. എന്തായാലും ഈ സിനിമ വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ ദൈവങ്ങളോട് വിശ്വാസമില്ലാത്ത ഒരാളാണ്. കാരണം ദൈവങ്ങൾക്ക് കണ്ണും കാലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഈ കേരളത്തിൽ നടക്കില്ല. എന്നാലും ഞാൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തോട് പറയുന്നു, ഈ സിനിമ ഒരു വലിയ വിജയമാക്കി നമ്മുടെ നിർമ്മാതാവിനും നാദൃഷയ്ക്കും വലിയ പേരുണ്ടാക്കി കൊടുക്കട്ടെ. ഒരു പുതിയ കുട്ടിയാണ് നായിക, എല്ലാം കൊണ്ട്. പിന്നെ വിഷ്ണുവാണ്. വിഷ്ണുവിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ കെ കരുണാകരൻ, കേരള രാഷ്ട്രീയത്തിൽ 40 വർഷം കരുണാകരൻ എന്ത് കേരളത്തിന് നൽകി, എന്ത് കരുണാകരന് കേരളം നൽകി എന്നുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി എല്ലാം ആയി വന്നതാണ്. അതിൽ രാജൻ, ഈശ്വരവാര്യയുടെ മകൻ രാജൻ്റെ വേഷം വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് മനസ്സിൽ കരുതിയാണ്. പ്രോജക്റ്റ് നടന്നില്ല. എനിക്ക് വിഷ്ണുവിന് എന്തോ ഒരു ഇഷ്ടമാണ്. ഈ കട്ടപ്പന കണ്ടത് മുതലേ നമ്മൾ ഈ ദിലീപിനെയൊക്കെ കാണുമ്പോൾ അടുത്ത വീട്ടിലൊരു പയ്യനെ പോലെ, അടുത്ത വീട്ടിലൊരു ചെറുപ്പക്കാരനെ പോലെ വിഷ്ണുവിനെ എനിക്കിഷ്ടമാണ്. വലിയ വിജയമാകട്ടെ. ഈ സന്ധ്യയ്ക്ക് ഒരു ഗസ്റ്റ് വേഷം ചെയ്ത് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വരാൻ ക്ഷണിച്ച വലിയ മനസ്സുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you. Those words are right from the heart. ഞാൻ വലിയൊരു പ്രസംഗത്തിന് തയ്യാറാകുന്നില്ല. കാരണം അറിയില്ല അങ്ങനെയൊന്നും പ്രസംഗിക്കാൻ. ഇപ്പം ശാന്തിയുള്ള സാറ് പറഞ്ഞില്ലേ, അത് പ്രസംഗമല്ലാതെ പുള്ളി അങ്ങ് പറഞ്ഞു പോയത് വർത്താനം പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോയി. ആ പോക്കിനൊരു പോക്ക് കണ്ട, അതൊരു കലയാണ്. അങ്ങനെയൊന്നും പറയാനൊന്നും അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പം ഉപ്പിട്ട കടല തിന്നാൻ പറ്റിയില്ല, വഴിക്കിറങ്ങി നടക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. ഞാൻ നാദൃഷയുടെ പടത്തിനകത്ത് ഒരു പടത്തിനകത്തില്ല. ഇപ്പം പിഷാരുടെ ഇവിടെ പറഞ്ഞു അവന് ഒരു പടത്തിൽ വിളിച്ചിട്ട് ബാക്കി ഒരു പടത്തിലും വിളിച്ചില്ല. എന്നാണോ ഒരു പടത്തിൽ വിളിച്ചില്ല ആദ്യത്തെ, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പടത്തിലും എന്നെ വിളിക്കേണ്ടത് എന്നാണെന്നറിയാൻ മേല. അത് എന്നാണോ അല്ല, കുടുംബമൊക്കെ ഇരിപ്പുണ്ടേ, അവരോട് ചോദിക്കാൻ വല്ല ആലോചന വല്ലതും നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് നാദൃഷയുടെ ഒരു പടത്തിനകത്ത് എനിക്കൊരു വേഷം കിട്ടിയിട്ടുണ്ട്. ഞാൻ മര്യാദയായിട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൂട്ടുകാരായിട്ടും അതിനകത്ത് പ്രവർത്തിച്ച ആൾക്കാരും എല്ലാവരും ഇങ്ങനെ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തതല്ലേ, നമ്മൾ വർക്ക് ചെയ്യുന്ന സാധനത്തിനെക്കുറിച്ച് നമ്മളൊന്നും പറയരുത്. ഞാൻ എൻ്റെ വിശ്വാസം അന്നും ഇന്നും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സിനിമ, എത്ര കോടിയുടെ സിനിമ എടുത്താലും എത്ര ചെറിയ സിനിമ എടുത്താലും അടിസ്ഥാനമുള്ള സിനിമയ്ക്കും നല്ല കഥയുള്ള സിനിമയ്ക്കും ജനം കണ്ട് അതിന് മറുപടി തരുമ്പോഴാണ് നമ്മൾ വലിയ സിനിമ എടുത്ത് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ സിനിമ ഇപ്പം നമ്മളൊരു വലിയ സിനിമ എന്നും പറഞ്ഞ് നമ്മൾ ഇറക്കുന്ന അങ്ങനെ ഒരു സിനിമയല്ല. ഞങ്ങളുടെ നാദൃഷയുടെ സാധാരണ കാണാറുള്ള പടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു റൂട്ടിലേക്ക് എല്ലാ പടവും ഒരുപോലെ ഇരിക്കുമല്ലോ. മാജിക് മഷ്റൂമിൽ ഞാനും ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അത് നായകൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നായികയുടെ അച്ഛൻ എന്നെ നോക്കി ചെറിയ എന്തോ ഒക്കെ ഞാൻ പറയുന്ന ഒന്ന് കോപ്പി അടിച്ച് പറഞ്ഞാലോന്നൊക്കെ. നായികയുടെ അച്ഛനില്ലല്ലോ. അല്ല, അവനപ്പുറം നിൽക്കട്ടെ. ഞാൻ നിന്നെ എന്ന് വന്ന് തൊട്ടപ്പോ നീ എന്നാ പറഞ്ഞ എന്നെ പേര് തുറന്നല്ലേ? ഞാൻ അവിടെ അഭിനയിക്കുന്ന തൊട്ടപ്പോ പറയാ തുറന്ന. അങ്ങനെ ആ സീരിയസ് തന്നെ അടുക്ക. എനിക്കവനെ കാണണ്ട. അതിന് നീ പറയണ ശരിയല്ല. കടം കാണുമ്പോ അറിയാം ഒരു യുദ്ധമൊക്കെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പണി എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ റിലീസാവാൻ പോകുന്ന 4ാമത്തെ ചിത്രം കൂടിയാണ് മാജിക് മഷ്റൂം. ഞാൻ ഈ പടം ഓണായി കഴിഞ്ഞ് ഞാനൊരു ഫംഗ്ഷനിൽ വെച്ച് നാദൃഷയെ കണ്ടു. അപ്പം നാദൃഷ അന്നേരം ഞാനൊന്നും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നാദൃഷ ഇങ്ങോട്ട് പറഞ്ഞു, എടാ നിനക്ക് പറ്റിയ വേഷമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വിളിക്കാഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് നാദൃഷയുടെ ഒരു കോള് വന്നു. ഇതിൻ്റെ DOP സുജിത് വാസുദേവും നാദൃഷയുടെ ഇരുന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. എടാ ഇതിനകത്തൊരു ക്യാരക്ടറുണ്ട്, നീ അത് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു എന്തായിക്കാ വേഷം? അപ്പോൾ എന്നോട് പറഞ്ഞു നായികയുടെ അപ്പനാണ്, ഒരു ഇമോഷണൽ ക്യാരക്ടറാണ്, കുറച്ച് കലിപ്പൊക്കെ വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊജക്റ്റിൽ ചെയ്യാന്ന് പറഞ്ഞപ്പം നായകന്റെ അപ്പൻ ജാഫ്രിഡിക്ക് എന്ന് പറഞ്ഞപ്പം നീ എന്നാ പറഞ്ഞേ? വേണ്ടായിരുന്നു നോക്കായിരുന്നു. ഉണ്ടോ?
അല്ല കേട്ടോ. ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരുപാട് സൗഹൃദ വലയമാണ് എനിക്ക് ഈ സിനിമ. കാരണം എനിക്ക് നാദിഷയ്ക്കയും ജാഫ്രിക്കയും ജയസൂര്യയ്ക്കായിട്ട് ഒരു 20-25 വർഷത്തെ ബന്ധമുണ്ട്. ഞാൻ ആ സിനിമയിൽ നടനായി വരുന്നതിന് മുമ്പ് ഒരു സാധാരണ ഒരു വിദേശി എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ സൗഹൃദം. അതിനുശേഷം എനിക്ക് ഇക്കയുടെ ആക്ഷൻ കട്ടിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അഷ്റഫ് ഖാ, താങ്ക് യു. അഷ്റഫ് ഖായെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊജക്റ്റ് ഒരു ഗംഭീര പ്രൊജക്റ്റായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം ഒരുപാട് സിനിമകൾ ചെയ്തു, പക്ഷേ ഒരു അല്ലലുമില്ലാതെ യാതൊരുവിധ പ്രശ്നങ്ങളും കൂടാതെ ഈ സിനിമ അദ്ദേഹം അതിഗംഭീരമായി തീർത്തു. താങ്ക് യു ഖാ. അതുപോലെ ഇതിൻ്റെ DOP, ഇതിൻ്റെ എൻ്റെ ടീം, നായിക അക്ഷയ, ഒരുപാട് പേരുടെ പേര് പറയാണ്ട് നല്ലൊരു ഗംഭീര സിനിമയായി മാറട്ടെ. താങ്ക് യു. ഇനി ബാക്കിയാണ് ഇദ്ദേഹത്തെ ഒന്ന് പാടി തോൽപ്പിച്ചാലോ? പാടി തോൽപ്പിക്കാനല്ലേ, ഞാൻ ഇത് പറഞ്ഞ് തീർക്കട്ടെ. അത്രപ്ലാക്കിലും ഞാനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അയാളുടെ ഒരു 6-7 പടം അദ്ദേഹം എടുത്തിട്ടുണ്ട്. എല്ലാ പടത്തിലും എന്നെ വിളിച്ചിട്ടുണ്ട്. എല്ലാ പടത്തിലും ഞാനുണ്ട്. ഏതാണ്ട് ഒരു പടത്തിലും കണ്ടില്ലെന്ന് തോന്നുന്നു. നാശകയുടെ പടം പോലെ ഒരു പടത്തിലില്ലെന്നാണ്. ആ പടം ഹിറ്റാ. കണ്ടോ? പിന്നെ സ്വീറ്റ് സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ പരിചയമുള്ള, അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് തൊട്ട് പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു ഭാഗ്യം വേറെ ഒരു ഭാഗ്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നുക. പുള്ളി അങ്ങനെയൊന്നുമല്ലല്ലോ, പണ്ടത്തെ സുമിത്ത് സാറൊന്നും അല്ലല്ലോ. എന്തായാലും എൻ്റെ മുമ്പിൽ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. എനിക്ക് എല്ലാവരും എടുത്തു പറയാൻ പറ്റുന്നത് ആൽബിൻ സാർ ഇരിപ്പുണ്ട്, അഭിനയിച്ച ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും ഞങ്ങളുടെ സിനിമ ഇറങ്ങുമ്പോൾ അതൊന്ന് എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണണം, അതൊന്ന് വിജയിപ്പിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. നല്ല സിനിമയായിരുന്നു, അത് ഞാൻ പറയാം അല്ലേ? ഒരു സംശയം വേണ്ട, നല്ലൊരു സിനിമ. നല്ല സിനിമയാണ്. അപ്പോൾ അതൊന്ന് കാണുക കേട്ടോ. താങ്ക് യു ജാഫ്രിക്ക. ഒന്നും പാടില്ല. ഇല്ലേണ്ടെന്നാ പാട്ടൊക്കെ ഐഷ ഖദീജ ഫാത്തിമ ഒക്കെ പാടിയില്ലേ? ഖദീജ അപ്പോൾ ഖദീജ ബാക്കിയുള്ളവർ പാടിക്കും. ഓക്കെ, എന്നാ പിടിച്ചു. താങ്ക് യു. സോ രണ്ടുപേരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സ്വാഗതം. ആയിക്കോട്ടെ. ഞാൻ ആദ്യം തന്നെ ഒരു വർത്തമാനം പറഞ്ഞായിരുന്നു. ഈ പടത്തിൽ ഇപ്പോൾ ഇവിടെ ടിനി ടോമും അതുപോലെ തന്നെ മറ്റ് പിഷാരടിയും ഒക്കെ പറഞ്ഞതുപോലെ എന്നെ ഈ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ വിളിച്ചില്ല എന്നൊക്കെ. അതുപോലെ ഒരു രസകരമായ ഒരു കഥയാണ് ഈ ചിത്രത്തിൻ്റെ പിന്നിൽ എനിക്ക് പറയാനുള്ളത്. നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഓരോ അരിമണിയിലും പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ടാവുമെന്ന്. അത് വളരെ സത്യമാണ്. നിമിത്ത ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യത്തിൽ വിഷ്ണുവിന് ഒരു പെണ്ണിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടു. അതിൽ ഞാൻ കണ്ടു നാദിർഷയാണ് സംവിധാനം എന്ന്. അപ്പോൾ നാദിർഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കല്യാണത്തിനൊക്കെ മുന്നേ പരിചയമുള്ള ഒരാളാണ് നാദിർഷ. ഒരുപാട് വേദികളിൽ ഞങ്ങൾ ഒന്നിച്ച് പെർഫോം ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് അഭേദ്യമായ ഒരു ബന്ധമുള്ള ഒരാളാണ് നാദിർഷ. നേരത്തെ പറഞ്ഞ പോലെ സൗഹൃദങ്ങളെ എപ്പോഴും വിളിക്കുകയോ അല്ലെങ്കിൽ എപ്പോൾ കാണുമ്പോഴും മറ്റേ പഞ്ചാര വാക്കുകൾ പറയുന്ന ഒരാളെ അല്ല. പക്ഷേ ആ സൗഹൃദങ്ങൾ എപ്പോൾ വിളിച്ചാലും ഒരു അപരിചിത പോലെയല്ല, വളരെ കുറേ കാലം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പോലെയാണ് നാദി സംസാരിക്കാറ്. മനീഷ പറയും എന്താണ് വിശേഷം, നമ്മൾ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുകയായിരിക്കും. ഞാൻ മനീഷയാണ് എന്നൊക്കെ. പക്ഷേ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ മനീഷ പറയൂ എന്ന് പറഞ്ഞിട്ടാണ് നാദി സംസാരിക്കാറ്. അപ്പോൾ നാദി എടുത്ത് ഞാൻ പറഞ്ഞു, നാദി ഇത്ര പടം നാദി ചെയ്തു, ഒരു പടത്തിൽ എനിക്കൊരു വേഷം തരുമോ? ഞാനൊരു 17ഓളം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ നാദിർഷേനെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു വേഷം എന്ന് പറഞ്ഞപ്പോൾ നാദിർഷേൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഇതിനകത്ത് എല്ലാ കാസ്റ്റിങ്ങും ഒക്കെ കൺഫേം ആയായിരുന്നു, നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. പിറ്റേ ദിവസം എന്നെ നാദിർഷ വിളിച്ചു. അപ്പോഴും എനിക്ക് ഒരു ഹോപ്പും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും ചെറിയ 1-2 സീനിൽ വന്നു പോകുന്ന വേഷമായിരിക്കുമെന്ന്. പക്ഷെ അപ്പോൾ നാദി എൻ്റെ അടുത്ത് പറഞ്ഞു, മനീഷ വളരെ നല്ലൊരു വേഷമാണിത്, ബിന്ദു പണിക്കർ ചേച്ചിക്ക് വേണ്ടി വെച്ചിരുന്നൊരു വേഷമാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ മനസ്സിൽ ബിന്ദു ചേച്ചിയുടെ ഒരു രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തൊക്കെയോ ടെക്നിക്കൽ എറേഴ്സ് കാരണം ബിന്ദു ചേച്ചിക്ക്, അത് എൻ്റെ ഭാഗ്യം, ദൈവാനുഗ്രഹം എനിക്കാണ് അന്നുണ്ടായത്, ബിന്ദു ചേച്ചിക്ക് ഈ പടത്തിൽ വന്ന് അഭിനയിക്കാനുള്ളൊരു അവസരം ഉണ്ടായില്ല. അപ്പോൾ നാദി പറഞ്ഞു, ഇത് ബിന്ദു പണിക്കറിന് വേണ്ടി വെച്ചിരിക്കുന്ന വേഷമാണ്, മനീഷ നീ ഉത്തരവാദിത്വത്തോടു കൂടി വന്ന് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ഈ പടത്തിൽ ജോയിൻ ചെയ്യണമെന്ന്. എനിക്ക് വന്നൊരു സന്തോഷം. നായികയുടെ അമ്മയായിട്ടാണ്, മുഴുനീള കഥാപാത്രമാണ്.
പോസ്റ്ററിൽ പടം വരിക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് നാദിർഷ എനിക്ക് വെച്ച് നീട്ടിയത്. അത് മാത്രമല്ല അഷ്റഫ് ജിയും നാദിർഷയും എനിക്ക് തന്നൊരു സപ്പോർട്ട്. കാരണം സുജിത്ത് പോസിറ്റീവും ഉറപ്പായിട്ടും. കാരണം ഈ ഒരു ഡിസ്കഷൻ അവിടെ വന്നപ്പോൾ എന്തുകൊണ്ട് മനീഷയെ ഈ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തുകൂടാ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ വളരെ ബോൾഡായിട്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഈ ക്യാരക്ടർ ഏൽപ്പിച്ചു തന്ന ഒരാളാണ് നാദിർഷ. അപ്പോൾ തീർച്ചയായിട്ടും 2026 ഇറങ്ങുന്ന ഈ ഒരു ചിത്രത്തിൽ മനീഷ എന്ന് പറയുന്ന ഒരു ആക്ട്രസിന് കിട്ടുന്ന വലിയൊരു അംഗീകാരം കൂടിയാണ് മാജിക് മഷ്റൂം എന്ന് പറയുന്ന പടം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് വന്ന് കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എലമെൻറ്റ് ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഓർത്തോർത്ത് ചിരിക്കാനും മനസ്സിൽ ഓർത്ത് എന്തൊക്കെ പറയുക അല്ലേ, കുറേ ഓർമ്മകൾ സമ്മാനിക്കുന്ന നല്ല ഇമോഷണൽ എല്ലാ എലമെൻസും ഉൾക്കൊള്ളുന്നൊരു ചിത്രമാണ് മാജിക് മഷ്റൂം. പിന്നെ ഞങ്ങൾ എൻ്റെ സഹോദരിയായിട്ടാണ് ഇതിനകത്ത്, സഹോദരിയല്ല എന്ന് വളർത്തുപുത്രിയായിട്ടാണ് ഇതിനകത്ത്. പൂജ ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ട്രസ്സാണ് പൂജ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. എല്ലാവരോടൊപ്പം വന്ന് ഈ ഒരു പ്രോജക്റ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. യെസ്, താങ്ക് യു ചേച്ചി. പൂജ, ഒരുപാട് സന്തോഷം ഈ പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയില്ല. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ ഈ മിമിക്സ് പരേഡും അതിൻ്റെയൊക്കെ കാസറ്റൊക്കെ മേടിച്ചിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഇങ്ങനെ വീട്ടിലെ ആൾക്കാരൊക്കെ കൂടിയിരുന്ന് ചിരിക്കാനും, അപ്പോൾ അങ്ങനെയാണ് നാദിർഷക്കേനും അശോകൻ ചേട്ടൻ അവരുടെയൊക്കെ കുറേ പരിപാടികൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മൾ വളർന്നു വരുമ്പോൾ. അപ്പോൾ ഇക്ക എന്നെ ഈ പടത്തിലോട്ട് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എസ്പെഷ്യലി അതിന് വേറെ സന്തോഷം കൂടിയുണ്ട്, ഇവിടെ നമ്മൾ ഒത്തിരി സൗഹൃദങ്ങളുടെ കഥ കേട്ടു. അപ്പോൾ എനിക്ക് ആകാശ് അങ്ങനെയാണ്, ഞാൻ എൻ്റെ ജൂനിയറായിട്ട് ഡ്രാമ സ്കൂളിൽ കണ്ട ഒരു കുട്ടിയാണ് ആകാശ്. അപ്പോൾ ആകാശ് അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് ഉടനാണ് വന്ന അത്രയും ചെറുപ്പം. അപ്പം ഞാൻ MA കഴിഞ്ഞു. അങ്ങനെ കണ്ടൊരു കുട്ടി ഇത്രയും വലിയൊരു ലോഞ്ച് അവന് കിട്ടുന്നു. അതാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും വലിയ സന്തോഷം. അത് നാദിർഷക്ക് അവന് എന്താ പറയുക, നാദിർഷക്കയുടെ ടീമേ അല്ല വർക്ക് ചെയ്തത്, എല്ലാം ഇവൻ പറഞ്ഞ അവരുടെ സുഹൃത്തുക്കൾ തന്നെയാണ് നാദിർഷക്ക AD ആയിട്ട് വെച്ചത്. അത് ഇക്ക ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സെറ്റായിരുന്നു. പോകുന്ന സമയത്ത് ഒട്ടും വർക്ക് ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു, പക്ഷെ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം ഇന്നും തുടരുന്നു. അപ്പം എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി പടം കാണാനുണ്ട്. ടിക്കറ്റ് എടുത്ത് കാണാം, ഉറപ്പായിട്ടും കാണണം. അത് മാത്രമല്ല, ഇപ്പോൾ പൂജ പറഞ്ഞതുപോലെ ഇതിൽ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആകാശിൻ്റെ സുഹൃത്തുക്കളും പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആകാശ് പറഞ്ഞതുപോലെ ആകാശം മാത്രമല്ല, പിന്നിൽ ഒരു 5 സുഹൃത്തുക്കളും കൂടി ഉണ്ട്. അവരുടെയും കൂടി കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ ഒരു ചിത്രം. പിന്നെ അഷ്റഫിക്കനെ പറഞ്ഞല്ലോ, ഭയങ്കര നല്ല മനസ്സുള്ളൊരു പ്രൊഡ്യൂസറാണ്. സാധാരണ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടുകൂടി ആവാം, പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു വന്ന ഒരാളായതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് അഷ്റഫക്ക. ഇങ്ങനെ തന്നെ മുന്നോട്ട് ഇനിയും പോകട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മൾ എങ്ങനെ കാണാണ്ടിരിക്കും ചേച്ചി, കാരണം ഇത്രയും ഗംഭീര പെർഫോമൻസിനല്ലേ നമ്മുടെ മാജിക് മഷ്റൂംസിന് കിട്ടിയിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ഫ്രെയിമിൽ കിട്ടുമോ? എന്നെ ഈ പടത്തിൽ വിളിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഒരുപാട് സന്തോഷം ഇതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ. ബാക്കി ഞാൻ പറയും. വളരെയധികം സന്തോഷം. ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം എനിക്ക് ഈ സിനിമ കിട്ടിയതിൽ ഇന്ത്യൻ റെയിൽവേയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എറണാകുളത്ത് നിന്ന് ഡബ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോഴാണ് എനിക്ക് ഫോണിലൊരു കോൾ വരുന്നത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അന്ന് ഈ മറ്റേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വാർ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ അനോണിമസ് കോൾ വന്നു കഴിഞ്ഞാൽ എടുക്കരുതെന്നൊക്കെ വന്നു. അപ്പോഴത്തേക്കും ട്രൂ കോളർ ഇങ്ങനെ കോൾ വന്നപ്പോഴത്തേക്കും ഒരു അവസാനം കുറേ 5-0 ഞാൻ പേടിച്ചു പോയി. ഞാൻ എടുത്തില്ല. ഞാൻ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതുപോലെ കോൾ വന്നു, പറഞ്ഞു എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ എടുത്തില്ല, മനഃപൂർവ്വം എടുത്തില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ട്രൂ കോളർ നോക്കിയപ്പം
നാദിർഷ ഡയറക്ടർ എന്ന് വന്നു. അപ്പം ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചപ്പോഴാണ് ഇക്ക പറഞ്ഞത്. അപ്പം ഏകദേശം കോട്ടയം കാണെത്തി 5 മിനിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കോട്ടയത്തിരുന്ന് റെയിൽവേ സ്റ്റേഷനിലിരുന്നാണ് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഇക്ക എൻ്റെ അടുത്ത് കഥ പറയുന്നതും വിഷ്ണു ചേട്ടൻ്റെ കൂടെ കോമ്പിനേഷനാണെന്ന് പറയുന്നതും അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട്, എനിക്ക് കട്ടപ്പന തൊട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോംബോയാണ് അവരുടേത്. അപ്പം ആ ഒരു സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. എന്നോടൊപ്പം വർക്ക് ചെയ്ത എല്ലാവർക്കും, വിഷ്ണു ചേട്ടൻ, പിന്നെ അഷ്റഫ് ഖ, അദ്ദേഹത്തിനെ കുറിച്ച് പറയാം. സെറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സാധാരണ ഒരു സെറ്റിൽ നിന്നും പോകുമ്പോൾ അവിടെ പണിയെടുത്തവരായാലും പോകുമ്പോൾ പോലും ഭയങ്കര വിഷമമായിരിക്കും ചിലപ്പോഴൊക്കെ. അതായത് സാമ്പത്തികമായിട്ടും നഷ്ടങ്ങളൊക്കെ ആയിരിക്കും. ബാറ്റയൊന്നും കിട്ടാതെ വരിക, നമ്മളെ പേയ്മെൻറ്റൊക്കെ കിട്ടാതെ വരിക, അങ്ങനെയൊക്കെ വിഷമിച്ചായിരിക്കും. ഞങ്ങളും ഈ സെറ്റിൽ നിന്നും വിഷമിച്ച് തന്നെയാണ് പോയത്. പക്ഷേ അത് സാമ്പത്തികവും അങ്ങനെയൊന്നുമല്ല, ഇവിടെ നിന്ന് പോകണമല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രമായിരുന്നു. കാരണം അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു ടീം തന്നെയായിരുന്നു ഇത്. അപ്പം അതിൽ വളരെയധികം സന്തോഷം ഞങ്ങളെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു. Thank you so much, all of us. ഹലോ, ഹാപ്പി ന്യൂ ഇയർ ടു എവരിബഡി. എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നാദിർഷയ്ക്ക് അങ്ങോട്ട് വിളിച്ചു, നാദിർഷയ്ക്ക് വരാൻ പറഞ്ഞു. ഞാൻ പക്ഷേ വിളിച്ചത് ഒരു കാരണവശാലും ഇതിനല്ല. ഞാൻ ആദ്യമായിട്ട് നദിക്ക് വിളിക്കുന്നത്, ഞാൻ എംപുരാൻ്റെ ഫൈനൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് കാണുന്നത്, കാസ്റ്റിംഗ് കോൾ കാണുന്നത്. അപ്പോൾ ചേട്ടാ പിള്ളേരെ വിളിച്ചതാ, അതായത് കുട്ടികളെ വേണം എന്ന് പറഞ്ഞ് വിളിച്ചതാ. ഞാൻ പറഞ്ഞു കുറച്ച് മുതിർന്നൊരു കുട്ടിയുണ്ട്, വേണോ എന്ന് ചോദിച്ച് വിളിച്ചതാ. അപ്പോൾ പറഞ്ഞു ഒരു സെക്കൻഡ് ഞാൻ തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വിളിച്ചത്, കുറച്ച് മുതിർന്നൊരു സിനിമോട്ടോഗ്രാഫർ വേണം, വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് ഇന്നാകുന്നത്. ആദ്യമൊക്കെ പറഞ്ഞത് ഇത് കുഞ്ഞു പടമാണ്, ചെറിയൊരു പടമാണ്, ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു പടമാണ്, കുറച്ച് പിള്ളേരൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പടമാണ് പറഞ്ഞ് അവസാനം സ്ക്രിപ്റ്റൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ചെറിയ പടമേ അല്ല. ഇത് മഴയത്തും വെയിലത്തും പാറപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ഒക്കെ എടുക്കേണ്ട ഒരു ആക്ച്വലി ഒരു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ചെറിയ പടമാണ്, പക്ഷെ ഒരിക്കലും ഒരു ചെറിയ പടമല്ല കേട്ടോ. ഇതൊരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള, അത്യാവശ്യം നല്ല മാനുഷിക മൂല്യങ്ങൾ സംസാരിക്കുന്ന, അത്യാവശ്യം ഒരുപാട് നല്ല പാട്ടുകളുള്ള, ഞാൻ തമാശക്കെങ്കിലും വെറുതെ പറയും പതിവില്ലാതെ ഇക്കയുടെ പാട്ടുകൾ വളരെ നന്നായിട്ടുണ്ടെന്ന്, പക്ഷെ അങ്ങനല്ല, അസാധ്യമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതുപോലെ തന്നെ ആകാശിൻ്റെ കഥയും തിരക്കഥയും നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും. പിന്നെ എനിക്ക് ഒരു പ്രത്യേക നന്ദി ഇവിടെ ആൾക്കാരും എത്തിയിട്ടില്ലെങ്കിലും എനിക്ക് പറയേണ്ടത് ഇതിൽ വർക്ക് ചെയ്ത നമ്മുടെ ടെക്നിക്കൽ ക്രൂവിനോടാണ്. കാര്യം ഒരുപാട് മഴയും വെയിലും ഒക്കെയുള്ള സമയത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഒട്ടും ഷൂട്ടിങ്ങിന് അനുയോജ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെയൊക്കെ നമ്മളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് സഹകരിച്ച കുറേ അധികം ആൾക്കാർ ഇതിൻ്റെ പുറകിൽ പണിയെടുത്തിട്ടുണ്ട്. അവരോടെല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ ഇപ്പോഴും വന്നിട്ടുണ്ട്. അത് ഒരുപാടുണ്ട്, ഇതുമാരിയുണ്ട്.